ഇപ്പോൾ സിറോ മലബാർ സഭ പ്രതിനിധി ടോണി ചിറ്റിലപ്പള്ളി കൂടി ചേരുന്നു. ശ്രീ ടോണി, ഇവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നമുക്കറിയാം ഏതൊക്കെ തരത്തിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത്, പ്രതികരണങ്ങൾ എങ്ങനെയാണ്. പക്ഷെ അത് ഏത് സാഹചര്യം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ സഭാ പ്രതിനിധികൾ നരേന്ദ്രമോദി വിളിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോട് സജി ചെറിയാൻ നടത്തിയ പ്രതികരണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിൽ എന്ത് പ്രശ്നമാണ് കാണുന്നത്? ഇപ്പോൾ വന്നിരിക്കുന്ന KCBCയുടെ പ്രതികരണത്തിൽ താങ്കൾക്ക് ഉള്ള അഭിപ്രായം എന്താണ്? ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിവിധ മത മേലധ്യക്ഷന്മാരെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹമായിട്ട് ചർച്ച നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ മന്ത്രി സജി ചെറിയാന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. കാരണം ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്ക് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. മന്ത്രി സജി ചെറിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രം പുലർത്തുന്ന ആളുകളാണ്. അവർക്ക് ക്രൈസ്തവരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ BJPയും അതുപോലെ തന്നെ LDFോ അല്ലെങ്കിൽ കോൺഗ്രസോ സഭ ഇവരെല്ലാവരും ഒരുപോലെ കാണുന്നവരാണ്. പക്ഷെ ഒരു മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അനുചിതമായ ഒരു പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തിന് എതിരെ നടത്തുന്നത് ഒട്ടും ആശ്വാസകരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് തിരിച്ചടിയാകും തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ എന്നുള്ളത് ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കില്ലല്ലോ. അപ്പം സഭയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതികരണമാകാനല്ലേ സാധ്യത? ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഒന്നില്ലെങ്കിൽ പിന്നീടാകാം, അല്ലെങ്കിൽ ഒരു മൗനമാണ് മുഖ്യമന്ത്രിയുടെയും മറ്റു ഇതിനോട് ബന്ധപ്പെട്ട ന്യൂനപക്ഷ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത്രയും നാളുകളായിട്ടും അതിന് മേലൊരു നടപടി ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇനി ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന BJP അവര് എന്തെങ്കിലും ഒരു പാക്കേജായിട്ട് ക്രൈസ്തവരെ മുമ്പിലേക്ക് വന്നാൽ നമ്മളത് സ്വീകരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവർക്ക് ഗുണം ചെയ്യുന്ന ഏത് പാർട്ടിയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നല്ലത് പറഞ്ഞു കഴിഞ്ഞാല് ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യുന്ന ഏത് പാർട്ടി വന്നാലും നമ്മൾ അതിനെ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇപ്പം നമ്മൾ മണിപ്പൂരിലെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പം നേരത്തെ സഭാപ്രതിനിധികളൊക്കെ പറയുന്നതനുസരിച്ച് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് കൂടിയാണ് വിളിച്ചത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു വിഭാഗത്തിനെതിരെ, ന്യൂനപക്ഷത്തിനെതിരെ അത്തരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറത്തേക്ക് അത് കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളത്, അപ്പം അങ്ങനെ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണോ അവിടെ എടുക്കേണ്ട നിലപാട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയം വരില്ലേ? ഒരു കാര്യം ഞാൻ തീർച്ചയായും വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ രാഷ്ട്ര തലവൻ, അതായത് പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ക്രിസ്മസ് പോലെ ഈസ്റ്റർ പോലുള്ള അവസരങ്ങളിൽ അദ്ദേഹം ഒരു വിരുന്ന് ക്ഷണിക്കുമ്പോൾ അത് ക്രൈസ്തവ സഭയ്ക്ക് ഒരു അംഗീകാരമാണ്. ഈ നാനാത്വത്തിൽ ഏകത്വം അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു രാജ്യത്തിന്റെ തലവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നമ്മളെ ഒരു വിരുന്നിന് ക്രിസ്മസ് ക്ഷണിക്കുമ്പോൾ നമുക്ക് നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ശരിക്കും അങ്ങനെ നിഷേധിക്കുന്ന അനുചിതമാണ്. പിന്നെ മണിപ്പൂരിന്റെ കാര്യത്തില് ക്രൈസ്തവ സഭയ്ക്കുള്ള എല്ലാ ആകുലതകളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കേന്ദ്രത്തിൽ ധരിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ക്രൈസ്തവർക്കെതിരെ ആക്രമണമായിട്ടുണ്ട്. നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ക്രൈസ്തവർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞ് BJP നമുക്കൊരു നന്മ ചെയ്താൽ നമ്മൾ അതിനെ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? മണിപ്പൂർ ഒരു യാഥാർത്ഥ്യമാണ്, അതവിടെ നിൽക്കുന്നു. നമ്മളുടെ എല്ലാം നമ്മളുടെ പ്രതിഷേധങ്ങളും നമ്മളുടെ അപലപനങ്ങളും ഒക്കെ നമ്മൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അത് അവർക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിന്റെ പേരിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിരുന്നിന് ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കേണ്ട ആവശ്യം ക്രൈസ്തവ സഭയ്ക്കില്ല. ഇനി മന്ത്രി സജി ചെറിയാൻ വിരളിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീക്കം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള ഒരു ഹിഡൻ അജണ്ട അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രസ്താവന നൽകിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് സഭാ വിഭാഗമാകട്ടെ,
ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്ന ഏത് പാർട്ടിയെയും സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ്, ഒരു സംസ്കാരമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത്. അല്ല, അതാണോ ആ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണോ അത്? എങ്ങനെയാണ്? അതായത് നമ്മൾ നമുക്ക് എന്ത് ചെയ്താലും അവിടെ വോട്ട് കൊടുക്കും എന്നുള്ളത് സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ സഭ സ്വീകരിക്കുന്ന നിലപാടുകൾ അത്തരത്തിലാണ് എന്നുള്ള പൊതുവെ ഒരു സംസാരമുണ്ടല്ലോ. അപ്പം അത് തുടരുക എന്നതാണോ, ഇല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ അവർ നടത്തിയ പ്രവർത്തനത്തിൽ സഭ വീണു എന്ന് പറയുന്നതായിരിക്കുമോ ശരി? ഒരിക്കലും നമ്മൾ ഒരു ഇലക്ഷനെ മുൻനിർത്തി അല്ലെങ്കിൽ ഒരു വോട്ടിങ്ങിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ആണ് ഒരു നമ്മൾ രാഷ്ട്രീയ നമുക്കറിയാം. അതായത് ക്രൈസ്തവർ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എത്രയോ മന്ത്രിമാര് സംസ്ഥാന മന്ത്രിസഭയിൽ എത്രയോ ശ്രീ റോഷി അഗസ്റ്റിനുണ്ട്, സജി ചെറിയാനുണ്ട്, ശ്രീമതി വീണ ജോർജ് ഉണ്ട്. 3 മന്ത്രിമാർ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികളായിട്ട് അവിടെ ഉണ്ട്. അതുപോലെ BJPയിലും പ്രവർത്തിക്കുന്നുണ്ട്, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ സഭയിലെ അംഗങ്ങൾ പല പാർട്ടികളിലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പാർട്ടി ഞങ്ങൾക്ക് അന്യരല്ല. പക്ഷേ ക്രൈസ്തവരുടെ അവകാശങ്ങളെ ഹരിക്കുകയും ക്രൈസ്തവർക്കെതിരെ നീങ്ങുകയും ചെയ്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കും, നമ്മൾ അതിനെ എതിർക്കും. പക്ഷേ നിലപാട് എന്നൊന്നുണ്ടല്ലോ. അപ്പം ആര് ഭരിക്കുന്നോ അവരുടെ കൂടെ പോവുക, ഇല്ലെങ്കിൽ അങ്ങോട്ട് ചായ്വ് എന്ന് ഉള്ള കാര്യത്തിലായിരിക്കും സാധാരണ ആളുകൾ ചിന്തിക്കുമ്പം പ്രശ്നം തോന്നുന്നത്. വളരെ നന്ദി ശ്രീ ടോണി ചിറ്റിലപ്പള്ളി പ്രതികരിച്ചതിന്.